ഒരു സൂപ്പർ ബൈക്കിനെ ജഡ്ജ് ചെയ്യാനുള്ള ലെവലിലേക്ക് ഞാൻ ആയാലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ള വിജയ് ബ്രോ, അതുപോലെ വിഷ്ണു ബ്രോ, റിയലി താങ്ക് യു. കാരണം 2 വർഷം മുമ്പാണ് ഞാനൊരു സൂപ്പർ ബൈക്കിൻ്റെ ഷോറൂമിൽ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോൻ്റെ ഹൈറ്റിന് സൂപ്പർ ബൈക്കൊന്നും ശരിയാവില്ല. കാരണം അവിടെ ഒരു 1000cc ബൈക്ക് ഉണ്ടായിരുന്നു. ഞാനതൊന്ന് പൊക്കാൻ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ എന്നെ കൊണ്ടത് കഴിയുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ആരോട് ചോദിച്ചാലും എല്ലാവരും പറയും ഹൈറ്റ് സീനാണ്. കാരണം അത് കേട്ടാൽ തന്നെ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. കാരണം മൈ ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞാൽ BMW X1000 ആണ്. ഡുക്കാറ്റി മൾട്ടിസ്റ്റാർട്ട 959 ഓട്ടോമോട്ടീവ് ഇൻതൂസിയസ്റ്റ് എപ്പോഴും ബേബി മൾട്ടിസ്റ്റാർട്ടാണെന്ന് വിളിക്കാം. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ബൈക്ക്. കാരണം ഒരു അഡ്വഞ്ചർ ടൂറർ ബൈക്കിനെ ഇത്രയധികം പെർഫെക്റ്റ് ആയിട്ടും ഇത്രയും അധികം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൺ ഓഫ് ദ എക്സാമ്പിളാണ് മൾട്ടിസ്റ്റാർട്ട 950. സോ ഈ ഒരു വണ്ടിയുടെ ഫാൽക്കൺ ബേർഡിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ ഇത്രയും പെർഫെക്റ്റ് ആയി ചെയ്തതാണ് എന്നെ ഇൻസ്പയർ ചെയ്യാൻ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഈ ഒരു വണ്ടിയുടെ ഡുക്കാറ്റിയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള LT 937cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 130 PS പവറും 96 Nm ടോർക്കാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഹാഫ് ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പീഡ് ബോട്ട് ഓടിക്കുന്ന ഫീൽ ആയിരിക്കും കിട്ടുക. പക്ഷേ നിങ്ങൾ ഫുൾ ത്രോട്ട് കൊടുത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഗരണ്ണം പറഞ്ഞോട്ടെ, ഇറ്റ്സ് നോട്ട് എ റൈസിംഗ് മിഷൻ, ഇറ്റ്സ് ഇന്റർകോണ്ടിനെന്റൽ പ്ലാസ്റ്റിക് മിസൈൽ. ഈ ഒരു വണ്ടിയുടെ ടെക്നോളജി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ലെവൽ ട്രാക്ഷൻ കൺട്രോൾ, 3 ലെവൽ ABS, 4 ലെവൽ റൈഡിംഗ് മോഡ്സ്. റൈഡിംഗ് മോഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടി അത്രയധികം ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ടെന്ന് വേണമെന്ന് പറയാം. ഓപ്പൺ മോഡ്, ടൂറിംഗ് മോഡ്, സ്പോർട്സ് മോഡ്, എൻഡ്യൂറോ മോഡ്. നമ്മളൊരു എൻഡ്യൂറോ മോഡ് ഇട്ട് ഓടിക്കുകയാണെങ്കിൽ ഈ വണ്ടി വേറെ ലെവലിൽ നമുക്ക് അഡ്വഞ്ചറിങ് ചെയ്യാം. ആദ്യം നമ്മൾ ഓപ്പൺ മോഡ് ഇട്ട് ഓടിക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ 70% പവർ ആയിരിക്കും നമുക്ക് കിട്ടുക. അതേസമയം നമ്മൾ സ്പോർട്സ് മോഡ് ഇട്ട് ഓടിക്കുകയാണെങ്കിൽ വളരെ അഗ്രസീവായിട്ട് വണ്ടി ഓടിക്കാം. പിന്നെ ടൂറിംഗ് മോഡ്, നിങ്ങൾക്ക് ഈ വണ്ടി നന്നായിട്ട് എൻജോയ് ചെയ്യാം. സോ ഇത്രയധികം ടെക്നോളജീസാണ് ഈ ഒരു വണ്ടിയിൽ വേറെ ലെവലിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രാംബോൻ്റെ ബ്രേക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടൊരു ബ്രേക്കിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ വണ്ടിയിൽ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ ലോങ് ത്രോ സസ്പെൻഷനാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയർ സൈഡിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് പറയുകയാണെങ്കിൽ 840 mm ആണ്. പക്ഷെ നമുക്ക് 820 mm മുതൽ 860 mm വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഈ ഒരു വണ്ടിയുടെ റൈഡിങ് കംഫർട്ട് വേറെ ലെവലാണ്. ഞാനൊരു പില്ലിനായി ഇരുന്ന് എൻജോയ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഒരു സൂപ്പർ ബൈക്കിലാണ് ഇരുന്ന് പോകുന്നൊരു ഫീലേ ആയിരുന്നില്ല. അത്രയ്ക്കും കംഫർട്ടാണ് ഇതിൻ്റെ പില്ലിൻ സീറ്റ്. ആസ് എ റൈഡർ എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു ഒരു സൂപ്പർ ബൈക്കിനെ കൊണ്ട് ഓടിക്കാൻ പറ്റുന്നുള്ള കാര്യം. പക്ഷേ പലരും നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. കാരണം ഞാനൊക്കെ 150 cm ഉള്ളൂ. ഈ ഒരു ഹൈറ്റും വെച്ച് എങ്ങനെയാണ് ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കുക എന്നുള്ളത് എനിക്കും സംശയമായിരുന്നു. പക്ഷേ ഞാൻ ഈ വണ്ടി ഒന്ന് പൊക്കി നോക്കിയപ്പോൾ ഐ ഫീൽ എന്നെ കൊണ്ടും പറ്റും. ഞാൻ പിന്നെ ഈ വണ്ടിയുടെ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി ഓടിക്കുമ്പോഴാണ്, കാരണം ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഓൾമോസ്റ്റ് 200 മുതൽ 230 വരെ ഇതിന് വെയിറ്റ് എന്നുണ്ട്. അപ്പം ഈ വണ്ടിയുടെ ഹൈറ്റും ഞാൻ മാക്സിമം നേരത്തെ അഡ്വഞ്ചർ ബൈക്ക് ഓടിച്ചതുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻറ്റ് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വണ്ടി ഓടിച്ചു. അപ്പം നേരത്തെ നെഗറ്റീവ് ഓടിച്ചതെല്ലാം ഞാൻ ഈ ഒരു എക്സ്പീരിയൻസോടുകൂടി എനിക്ക് എല്ലാം പോയി എന്നുള്ളതാണ്. കാരണം അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു വണ്ടി ഓടിച്ചപ്പോൾ. ഈ വണ്ടിയുടെ റൈഡിങ് പോർഷൻ എന്ന് പറയുമ്പോൾ വളരെ അപ്രേറ്റ് ആയിട്ടുള്ളൊരു റൈഡിങ് പോർഷനാണ്. ശരിക്കും ഈ വണ്ടി പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടോളായിട്ടുള്ള വണ്ടി തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വണ്ടി ഓടിച്ചത്. സോ അപ്പോഴും എനിക്ക് ഓടിക്കുമ്പോൾ
എൻ്റെ ഇമ്പൾസ് ഓടിക്കുമ്പോൾ കിട്ടുന്നതിനാണ് കൂടുതൽ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഈ വണ്ടി കിട്ടുന്നത്. കാരണം അത്രയും ടെക്നോളജി ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു വണ്ടി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. കാരണം ഞാനൊരു ബൈക്ക് ഓടിക്കുക എന്നുള്ളൊരു ഫീലേ ആയിരുന്നില്ല അതിനകത്ത്, വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഡുക്കാറ്റി മൾട്ടിസ്ട്രാഡ ഒരു ടൂറിംഗ് ഓറിയന്റഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ 20 ലിറ്റർ മാസീവ് ടാങ്കാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ബൈക്കിൻ്റെ കൺട്രോൾ സ്വിച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രീമിയം ക്വാളിറ്റിയുള്ള കൺട്രോൾ സ്വിച്ചസ് ആണ് വരുന്നത്. പിന്നെ വളരെ വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ വിൻഷീൽഡ് നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ വിൻഷീൽഡാണ്. സോ നമ്മൾ കുറച്ച് നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വിൻ പ്രൊട്ടക്ഷൻ ഈ ഒരു വിൻഷീൽഡിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാനിക്കലെ ഇൻസ്പയർ ചെയ്തൊരു ഹെഡ്ലാമ്പാണ്. സോ ഭംഗിയിൽ മാത്രമല്ല ഈ വണ്ടിയുടെ പെർഫോമൻസിൻ്റെ ലൈറ്റിൻ്റെ പെർഫോമൻസിൽ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയാണ് ഈ ഒരു ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വണ്ടി കാഴ്ചവെക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ ഹീറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം അവർ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഡുക്കാറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹീറ്റും ഉണ്ട്. സോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊരു ഡുക്കാറ്റി ഫാൻ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളൊരു ഡുക്കാറ്റി ഫാനാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഇഷ്ടപ്പെടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വണ്ടിനെ എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് ആണ്. കാരണം ഈ വണ്ടി ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത്, സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് നല്ലൊരു വെയിറ്റ് കാലിൽ ഫീൽ ചെയ്യും. ബട്ട് ഇതൊന്ന് ഓടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ വണ്ടി നിർത്തി തിരിക്കുമ്പോഴും അതുപോലെ വണ്ടി ഒന്ന് ചെരിഞ്ഞു കഴിഞ്ഞാലോ ആ ടൈമിൽ മാത്രം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. അല്ലാത്ത പക്ഷം ഈ ഒരു വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ്. Thanks for watching this video. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ക്രേസി മോഡൽ.